പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കസ്റ്റഡിയിൽ. SIT ആണ് കസ്റ്റഡിയിലെടുത്തത്. കരകുളത്തിനടുത്തുള്ള വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന അഭിപ്രായമില്ലെന്ന് CPM നേതാവ് EP ജയരാജൻ പ്രതികരിച്ചു. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ തരത്തിലുള്ള നിർണായകമായ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ PS പ്രശാന്ത് കസ്റ്റഡിയിലായിരിക്കുന്നു. EP ജയരാജന്റെ പ്രതികരണത്തിലേക്ക് 10,000 കോടിയുമായി വന്നിരിക്കുന്നു ടാറ്റ കപ്പൽ. ഇപ്പൊ കപ്പലും ഇല്ല, ടാറ്റയും ഇല്ല. ഇതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്. കാര്യങ്ങൾ ശരിയായ നിലയിൽ ഈ പ്രതികരണത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോഴത്തെ ഒരു നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും CPM വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയ വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അതിൽ CPM നോമിനികളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉറപ്പത്തേക്ക് വന്ന മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. PS പ്രശാന്ത് ഇപ്പോൾ കസ്റ്റഡിയിലാണ്. കരകുളത്തെ വീട്ടിൽ അല്പസമയം മുമ്പാണ് അന്വേഷണ സംഘം SIT PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ L വാസുവും അതുപോലെ തന്നെ A പത്മകുമാറും ദീർഘനാൾ ജയിലിൽ കഴിഞ്ഞിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. അതിന് പിന്നാലെ കഴിഞ്ഞ ബോർഡിന്റെ ചെയർമാൻ കൂടിയായ പ്രസിഡന്റായ പ്രശാന്ത് കൂടി ഇപ്പോൾ അറസ്റ്റിലാവുകയാണ്. 2025 ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തി അതിന് കൊണ്ടുപോയത് 2019 കുറ്റം മറയ്ക്കാനെന്ന ആരോപണത്തിലാണ് ഇപ്പോൾ പ്രശാന്തിനെ SIT കസ്റ്റഡി എടുത്തിരിക്കുന്നത്. അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പ്രശാന്തും അക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് രാവിലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് SIT സ്വർണ്ണക്കൊള്ളയിൽ നീങ്ങുകയാണ്. PS പ്രശാന്ത് ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. വൈകാതെ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്കും പോകാൻ തന്നെയാണ് സാധ്യത. CPM അർത്ഥത്തിൽ രാഷ്ട്രീയമായ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഏറ്റവും ശക്തമായ പ്രചരണ വിഷയം ഇടതുമുന്നണിക്കെതിരെ സർക്കാരിനെതിരെ UDF-ഉം BJP-യും ഒക്കെ കൊണ്ടുവന്നത് ഈ ശബരിമല സ്വർണ്ണ കൊള്ളയായിരുന്നു. അത് CPM നോമിനിയായ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടി കൂടി ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. അതാണ് ഇപ്പോൾ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നത്. ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റി യോഗം KV സെന്ററിൽ ചേരുകയാണ്. നേതാക്കളൊക്കെ ഇവിടെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT ആണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രശാന്തിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. കരകുളത്തിനടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഈ പ്രശാന്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നീക്കമുണ്ടായത്. ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ CPM നേതാവ് EP ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്. PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു നിർണായക നീക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി SITയുടെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ വ്യക്തമാകേണ്ടതുണ്ട്. SIT ആണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കരകുളത്തിനടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഈ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് SIT. ഇപ്പോൾ PS പ്രശാന്ത് SITയുടെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളതൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. വിശദാംശങ്ങളാണ് VV അരുൺ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ PS പ്രശാന്ത് അറസ്റ്റിലായേക്കും അല്ലെങ്കിൽ കസ്റ്റഡിയിലായേക്കും എന്നുള്ള സൂചനകളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ PS പ്രശാന്ത് ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള വിവരമൊക്കെ ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെയാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇനിയിപ്പോൾ SITയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ, മറ്റ് നടപടിക്രമങ്ങൾ അതൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും പ്രശാന്തിനെ വിശദമായി ചോദ്യം ചെയ്യും. നേരത്തെ തന്നെ SIT പലതവണ PS പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. കസ്റ്റഡി എന്ന് പറയുന്നത് സ്വാഭാവികമായും അതൊരു അറസ്റ്റിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യത. നേരത്തെ തന്നെ പ്രശാന്തിന് തെളിവുണ്ടെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പ്രശാന്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ മാത്രമല്ല, അതിൽ പ്രശാന്തിനെതിരെ തെളിവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്തിനെ നേരത്തെ ഈ കേസിൽ പ്രതി ചേർത്തത്. പ്രശാന്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഭരണസമിതിയും അന്വേഷണ സംഘം സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർത്തിരുന്നു. പത്മകുമാറിനും
വാസുവിനും പിന്നാലെ പ്രശാന്ത് കൂടി ഇത്തരത്തിൽ ഈ കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിരോധം CPM ഉണ്ടാക്കുമെന്ന ഉറപ്പാണ്. കഴിഞ്ഞ ഭരണസമിതിക്കും പ്രസിഡന്റിനും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് SIT കോടതിയെ അറിയിച്ചത്. നിലവിലുള്ള കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയതും ഇതിന് പുറമെ മൂന്നാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്താണ് പ്രശാന്തിനെ അതിൽ പ്രതി ചേർത്തത്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രശാന്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവർ ഈ കേസിലും പ്രതികളാണ്. ആദ്യ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ വേണ്ടിയാണ് 2025 പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരിക്കെ പ്രസിഡന്റായിരിക്കെ വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതെന്ന കണ്ടെത്തലാണ് SITക്ക് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. 2019 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് 2025 സമാനമായി കടത്തിയെന്ന വിവരം ശ്രദ്ധയിൽപ്പെടുകയും അത് പിന്നീട് അത് ആദ്യം ചെയ്ത തെറ്റ്, കളവ് മറയ്ക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന ഒരു കണ്ടെത്തലിലേക്ക്, വിലയിരുത്തലിലേക്ക് SIT നീങ്ങുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ CPM നിർണായകമായ രാഷ്ട്രീയ പ്രതികരണം വന്നിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത്. ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് കരുതുന്നില്ല എന്ന ഒരു പ്രതികരണമാണ് EP ജയരാജൻ ഉണ്ടായത്. കാരണം ഇനി പ്രശാന്തിനെ ആ രീതിയിൽ CPM സംരക്ഷിക്കില്ല എന്ന സൂചന അതിനെ കാണണം. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്ന നേതാവാണ്. യുവജന ബോർഡിന്റെ അധ്യക്ഷനായിരിക്കെ കോൺഗ്രസിൽ പ്രധാന പദവി വഹിച്ച ആളാണ്. അതിനുശേഷം CPMലേക്ക് അദ്ദേഹം വരുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന വലിയ പദവിയിലേക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവി വലിയൊരു പദവിയാണ് PS പ്രശാന്തിന് CPM നൽകിയത്. എന്നാൽ അതിനുശേഷം ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രശാന്ത് കൂടി ഇപ്പോൾ ജയിലിലേക്കുള്ള വഴിയിലെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ ഇന്ന് രാവിലെ കരകുളത്തെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ തന്നെ പ്രശാന്ത് അറസ്റ്റിലാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. PS പ്രശാന്തും അത് ഏറെക്കുറെ ആ രീതിയിൽ മനസ്സിലാക്കിയിരുന്നു. ഏതായാലും അല്പസമയത്ത് മുമ്പാണ് പ്രശാന്തിനെ കരകുളത്തെ വീട്ടിൽ നിന്ന് SIT അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു പ്രധാനപ്പെട്ട ആൾ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു. UDF സർക്കാർ ഈ കേസൊക്കെ CBIക്ക് വിടണമെന്ന ആവശ്യം ഇതിനകം തന്നെ നേരത്തെ തന്നെ BJP ഉൾപ്പെടെയുള്ള ഉന്നയിച്ചു കഴിഞ്ഞു. ഇടത് സർക്കാരിൻ്റെ കാലത്തും അത്തരം CBI അന്വേഷണ ആവശ്യം BJP മുന്നോട്ട് വച്ചതാണ്. എന്നാൽ അതിന് പകരം SIT അന്വേഷണം മതിയ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഹൈക്കോടതിയും ആ അന്വേഷണത്തെ ശരിവെച്ചു. ഏതായാലും ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടി അറസ്റ്റായിരിക്കുന്നതാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.